ദൈവ കൽപ്പന ലംഘിക്കുന്നത് പാപമാണ്. പാപത്തിന്റെ ഉൽപ്പത്തി, പാപത്തിന്റെ പ്രവേശനം, പാപത്തിന്റെ എൻട്രി എങ്ങനെയാണെന്നുള്ളതാണ് ഒരു ചെറിയ സന്ദേശം. അത് നമ്മൾ മനസ്സിലാക്കിയാൽ പോയാൽ ഏറ്റവും നന്നായിരിക്കും. പാപം പ്രവേശിക്കുന്നതിന്, പാപത്തിന്റെ ഉൽപ്പത്തി, പാപത്തിന്റെ ആരംഭം, പാപത്തിന്റെ എൻട്രി എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയ സന്ദേശം വളരെ ശ്രദ്ധയോടെ കേൾക്കാം. ഉൽപ്പത്തി 2:17 കർത്താവ് എന്താ പറഞ്ഞിട്ടുള്ള കാര്യം? ഉൽപ്പത്തി 2:17 കർത്താവ് യേശു കർത്താവ് തോട്ടക്കാരൻ ഏൽപ്പിച്ച വ്യക്തിയോട് പറയുന്നൊരു പദമാണ്, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇഷ്ടം ബാക്കി എല്ലാവരും ഭക്ഷിക്കാം. ഈ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലത്തെ തിന്നു, ബാക്കി എല്ലാം നിനക്ക് പരിപാലിക്കാം, നിനക്ക് അതെല്ലാം നന്നായിട്ട് ആസ്വദിക്കാൻ ദൈവം അവസരം കൊടുത്തു. എന്നാൽ ഇത് നീ തിന്നരുതെന്ന് പറഞ്ഞു. കർത്താവിനെ പറഞ്ഞോളൂ, തോട്ടം കാക്കാൻ, തോട്ടം പരിപാലിക്കാൻ ആക്കി വെച്ച ആദമിനെയും ഹവ്വയെയും ആ വൃക്ഷത്തിൽ തുടരുതെന്നോ, ആ ഫലത്തിൽ തുടരുതെന്നോ, ആ ഫലത്തിൽ നോക്കരുതെന്നോ പറഞ്ഞോ? ഇല്ല. അത് തിന്നരുത്, തിന്നാണ് ഈ വരിക്കും. സാത്താന്റെ തന്ത്രം നോക്കിയേ, സാത്താന്റെ തന്ത്രം. ആദമിന്റെ സമയം തോട്ടത്തിൽ സാത്താൻ വന്നിട്ട് വാസ്തവത്തിൽ അത് തിന്നരുതെന്ന് പറഞ്ഞു. കണ്ടോ, ഒരു കുടുക്കു ചോദ്യം പോലെ. നമ്മളിങ്ങനെയാ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ ചില കാര്യങ്ങൾ നമുക്കറിയില്ല. ബൈബിൾ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പിടികിട്ടും, ചിലത് പിടികിട്ടില്ല. അത് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് ഒന്ന് ആക്രമായിട്ട് ആരും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പതറിപ്പോകും. ഇവിടെ സംഭവിച്ചത് അങ്ങനെ. പിശാച് ഹവ്വയോട് ചോദിക്കുന്നത് വാസ്തവത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പറയുന്നത് കള്ളമാണ്, പാപത്തിന്റെ എൻട്രി. എന്താ 3:3 വായിച്ചു? എന്താ തൊടുകയും 2:17 വായിച്ചേ. 2:17 നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നീ ഭരിക്കും. തുടരുതെന്ന് പറഞ്ഞില്ല. ഇവിടെ ഒന്ന് കേട്ടി അതാ പാപത്തിന്റെ പ്രതീക്ഷ. ഒരു മനുഷ്യന്റെ അവസ്ഥ നന്നായിട്ട് മനസ്സിലാക്കുന്ന കർത്താവ്, അതുപോലെ ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന പിശാച്. എവിടെ പിടിച്ചാൽ എവിടെ നിൽക്കും. ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്താൽ മതിയോ? അതോ ഒരു മൊബൈൽ തന്നെ വാങ്ങി കൊടുക്കണോ? അതോ നല്ലൊരു ഭക്ഷണം വാങ്ങി കൊടുത്താൽ മതിയോ? അതോ എവിടെയെങ്കിലും ടൂർ കൊണ്ടുപോയാൽ മതിയോ? അതോ എന്തെങ്കിലും ഓഫർ വെച്ചാൽ മതിയോ? നന്നായിട്ട് പിശാച് നമ്മളെ പറ്റാത്തറിയാം. എവിടെ പിടിച്ചാൽ അവിടെ വീഴും. ആരാധനയുടെ വലുത് കല്യാണമാണ് വലുത്, ആരാധനയുടെ വലുത് പാലുകാച്ചാണ് വലുത്, ആരാധനയുടെ വലുത് കൊച്ചിന് നൂല് കെട്ടാണോ വലുത്, ആരാധനയുടെ വലുത് എൻഗേജ്മെന്റാണോ വലുത്. കണ്ടോ, എവിടെ പിടിച്ചാൽ എവിടെ കിട്ടുമെന്നറിയാം. അങ്ങനെ ആദം പോകുന്നില്ല. ആദമില്ലാത്ത സമയം ഹവ്വയെടുത്ത് ചോദിക്കുന്നത് വാസ്തവത്തിൽ അത് തിന്നരുതെന്ന്, പിന്നെ തിന്നരുതെന്ന് പറഞ്ഞ് തുടരുതെന്ന് പറഞ്ഞു. ഇതാണ് പാപത്തിന്റെ ദൈവത്തോട് കമ്മിറ്റ്മെന്റ് എവിടെ കുറയുമോ പിശാചിനെ നന്നായിട്ട് പരീക്ഷിക്കാനിടയ്ക്ക് വരും. പിശാച് പരീക്ഷിക്കുമ്പോൾ കർത്താവ് ആ പരീക്ഷ ഏർപ്പെട്ടു പോയില്ലോ. അവസരം നോക്കി കർത്താവ് എടുക്കുന്നതില്ലേ പിശാച് എന്താ പറഞ്ഞത്? നീ ദൈവപുത്രനല്ലേ, ഈ കണ്ണിനുള്ള അപ്പമാകൻ പറ. അപ്പൊ ഏത് അവസരത്തിലാണ് വന്നത്? 40 ദിവസം ഉപവസിച്ച് വിശന്ന് അവൻ മരുഭൂമി പ്രയാണം ചെയ്യുമ്പോൾ അവന്റെ അടുക്കൽ ഇറങ്ങി വന്ന് ആവശ്യമനുസരിച്ച് അങ്ങനെയല്ലേ, ആവശ്യമനുസരിച്ച് ദേവദാസൻ 2 ദിവസം വീട്ടിൽ വന്നില്ല എങ്കിൽ ഉടനെ പിശാചിന് ചിന്ത കൊണ്ടുവരും. അവിടെ പോണേക്കാളും എല്ലാ ആഴ്ചയിലും വീട്ടിൽ വരുന്ന ആ പാസ്റ്റർ പോകുന്നതാണ് നല്ലത്. കേട്ടോ, ഒരു ദിവസത്തെ പ്രാർത്ഥന കുറഞ്ഞു പോയാൽ, ഒരു ദിവസത്തെ ഫോൺ കോൾ കുറഞ്ഞു പോയാൽ, ഒരു ദിവസത്തെ ആ കൂട്ടായ്മ കുറഞ്ഞു പോയാൽ അതിനേക്കാൾ പറ്റുന്ന കർത്താവിന്റെ സന്നിധിയിൽ നട്ടതെങ്കിൽ അമ്മ തരുന്നില്ലേ?
ഹല്ലേലൂയ. പണ്ടൊരു ദേവദാസൻ വിദേശത്ത് പോയി ഒരു 3 മാസത്തെ വിസിറ്റിംഗ് ആയിട്ട് പോയതാണ്. ഇവിടെ ആത്മാർത്ഥമായി വന്നുകൊണ്ടിരിക്കുന്ന 1-2 വിശ്വാസികൾ പാട്ടുപാടി സാക്ഷ്യം പറയുന്നു, ഇഷ്ടപ്പെടവെല്ലാം വായിച്ചിരിക്കുന്നു, ആ സ്വന്തം എല്ലാ സാക്ഷിയിലും ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുന്ന ചില വിശ്വാസികൾ. ഇവിടെ ഇപ്പൊ വിസിറ്റ് ചെയ്യാൻ പാസ്റ്റില്ല. 3 മാസമാകുമ്പോൾ എങ്ങനെ 12 ആഴ്ച പാസ്റ്റില്ല, വിസിറ്റ് ചെയ്യാൻ പാസ്റ്റില്ല. അങ്ങനെ ഒരു കുടുംബം നേരെ ഇതിനേക്കാൾ നല്ലത് ഈ വിദേശത്ത് ചേർക്കാത്ത പാസ്റ്റർമാരുണ്ടല്ലോ, അവിടെ പോയി കഴിഞ്ഞാൽ അവരെ ആഴ്ച വീട്ടിലോട്ടൊക്കെ വരും എന്നുള്ള ചിന്തയിൽ അങ്ങോട്ട് പോയി. ഇത് ഈ വിദേശത്തിരിക്കുന്ന പാസ്റ്റർ അറിഞ്ഞു, അവരെ വിളിച്ചൊന്നുമില്ല. പോയി ഒരു 6-7 ആഴ്ച കൊണ്ട് കണ്ടിട്ടുണ്ടെന്ന് പൊക്കോണ്ടിരിക്കുക. അപ്പൊ ഇവിടുത്തെ പാസ്റ്റർ അറിഞ്ഞിട്ടില്ല. പാസ്റ്റർ അപ്പോഴേ അറിഞ്ഞു, പാസ്റ്റർ അറിഞ്ഞതായിട്ട് ഇവരെ അറിഞ്ഞിട്ടില്ല. വളരെ ഭംഗിയായി അടുത്ത ചർച്ചിലോട്ടൊക്കെ പോയി അവിടെ സാക്ഷ്യം പറയുന്നു, പാട്ട് പാടുന്നു, സ്വന്തം കാഴ്ച സാക്ഷ്യം കൊടുക്കുന്നു. ഇതൊക്കെ വരുന്നതിന്റെ തലേ ദിവസം അവിടെ ഇരുന്ന് ആ ദേവദാസിനെ വിളിച്ചു, പാസ്റ്റർ ഞങ്ങളുടെ ഫാമിലി അവിടെ വന്നിട്ടുണ്ടല്ലോ, അടുത്ത ആഴ്ച അവരെന്റെ ചർച്ചിൽ വരും. അത്രേ പറഞ്ഞുള്ളൂ. എന്റെ ചർച്ചിൽ അവരെ വിട്ടയക്കണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അപമാനിക്കും, ഞാൻ നിങ്ങളുടെ വഴിയിൽ തടയും, എന്റെ വിശ്വാസം ഞാൻ പിടിച്ചോണ്ട് വരും എന്നൊന്നും പറഞ്ഞില്ല. ഇദ്ദേഹം ആരെങ്കിലും അദ്ദേഹത്തിന് അറിയാം, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. പാസ്റ്റർ ഞങ്ങളുടെ ഒരു ഫാമിലി അവിടെ വന്നിട്ടുണ്ടല്ലോ, അടുത്ത ആഴ്ച അവർ നമ്മുടെ ചർച്ചിൽ വരും. എന്താ പറഞ്ഞു? ഇത് പറഞ്ഞിട്ട് പിറ്റേന്ന് അദ്ദേഹം നാട്ടിലോട്ട് വരുന്നു. ഈ വിശ്വാസിയെ വീട്ടിൽ ഇദ്ദേഹം ഓടിച്ചെന്ന് പറയുകയാണ്, അടുത്ത ആഴ്ച കൊടുക്കുന്ന ആ പള്ളിയിൽ തന്നെ പോകുന്ന. അപ്പൊ ഇങ്ങനെ എന്നെ പിടിച്ച് വരട്ടിന്നുള്ള കാര്യം പറഞ്ഞില്ല, പോണം, വെറുതെ ഒരു വിഷയത്തിനായിട്ട് നിൽക്കേണ്ട, പോണം. അപ്പൊ വീണ്ടും ഈ വിഷയങ്ങളൊന്നും അറിയുന്നില്ല എന്ന ചിന്തയിൽ അടുത്ത ആഴ്ച ഈ വിശ്വാസി ഇവിടെ വന്നു. ഒരു പാട്ട് പാടിക്കൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ദൈവം നടത്തി വിടുന്നത് നന്ദി പറയാൻ ഒരു പാട്ട് പാടിക്കൊണ്ട് എണീപ്പോൾ അവിടെ ഇരിക്കാൻ പാട്ടൊന്നും പാട്ട് അവിടെ ഇരിക്കാൻ. പിന്നീട് എവിടെ പോയത്? അവര് മടങ്ങി പോയില്ല. അവര് തെറ്റിദ്ധാരണ. ഈ വിദേശത്ത് ചേർക്കുന്ന പാത്രമാരെക്കാൾ എല്ലാ ആഴ്ചയിലും വീട്ടിലൊക്കെ പ്രാർത്ഥിക്കുന്ന പാത്രം എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടായില്ല. 5-6 ആഴ്ച ഇവിടെ പോരുന്നത് കേട്ടു. അപ്പോഴറിയുന്നത് എന്റെ കാര്യം എന്നെ അറിഞ്ഞോ? അറിഞ്ഞു. 5-6 ആഴ്ച ഇവിടെ പോയി പാട്ടും പാടി സന്തോഷം അവിടെ ഇരിക്കുന്നു. അവിടെ ഇരുന്നു, ഇന്നും അവിടെ ഇരിപ്പുണ്ട്, ഒന്നും വിട്ടുപോയില്ല. കട്ടുകയാകുന്ന കടലിശോധന വരുമ്പോഴും പാത്രം നിലവിളിക്കാനും കരയാനും പ്രാർത്ഥിക്കാനൊക്കെ കാണും. പക്ഷേ തെറ്റിലിരുന്നാ പറയുന്നത് തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യരുത്. തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ അടുത്ത പള്ളി ഇടം തേടും. പക്ഷേ കഷ്ടത വരുമ്പോഴും കടലിൽ വരുമ്പോഴും ഇടവിൽ നിൽക്കാനും കരയാനും പ്രാർത്ഥിക്കാനും പാസ്റ്റർ ഉണ്ടായിരിക്കണം. നിസ്സാര കാരണം പാപം നിസ്സാര കള്ളത്തിന് പറഞ്ഞതാ, ആരാധന മുടക്കിയതാ, കൂട്ടായ്മ കാണിക്കാത്തതാ, വചനം വായിക്കാത്തതാ, പ്രാർത്ഥന എവിടെ കുറഞ്ഞു പോയതാ. ഒരു മണിക്കൂർ പ്രാർത്ഥന ഞാൻ ഇന്നും മറന്നുപോയി, ഈ ആഴ്ച ഞാൻ പ്രാർത്ഥിച്ചോ, ഞാൻ ഇന്നും മറന്നുപോയി. അവിടെയാ പിശാചി കയറിയതാ. പിശാചി കയറുമ്പോ പാസ്റ്റർ കൊണ്ടുപോകണം, കരഞ്ഞോണ്ടോ, നിലവിളിച്ചോണ്ടോ, പ്രാർത്ഥിച്ചോണ്ടോ, പിശാചിനെ മാറ്റി പോകണം. പക്ഷേ അടുത്ത ആഴ്ച പാസ്റ്റർ പറഞ്ഞാൽ ഞങ്ങൾ വേറെ വഴി പോകും. അപ്പൊ നിസ്സാര കാരണമാണ് പിശാചിന് ഇടം കൊടുക്കരുത്. നഹൂം വായിക്കുമ്പോൾ അവിടെ വായിക്കണ്ട, അവിടെ കൊടുത്തിരിക്കുകയാണ്, സംഹാരകൻ നിനക്കെതിരേക്ക് അരി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, അരകെട്ടിക്കൊള്ളുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. ഏത് വഴിക്കാണ്, എവിടെയാണ് ഈറമുള്ളത്, എങ്ങനെയാണ് പ്രവേശിക്കാൻ പറ്റുന്നത് നോക്കി പിശാചിന് കടന്നു വരാതിരിക്കേണ്ടതിന് നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. അപ്പൊ പാപത്തിന്റെ പ്രവേശനം നിസ്സാരമാണ്. കള്ളം പറയുന്നതിലൂടെ കള്ളം പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ നിർത്തിക്കൊണ്ട് പിശാചി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിശാചി കയറുന്ന ഒരുപാട് പദ്ധതിയുണ്ട്. ഈ ആത്മിക യുദ്ധം എന്നൊരു സബ്ജക്ട് ഉണ്ട്. ആത്മിക യുദ്ധം, സ്പിരിച്വൽ വാർഫെയർ, ആത്മിക യുദ്ധം. ആ ഭാഗം 1-2 കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചില പിശാച് നോക്കി. ഇപ്പൊ സാമാന്യയുടെ കയ്യിൽ ഒരു ചാവിയുണ്ട്, എന്റെ കയ്യിൽ ഒരു ചാവിയുണ്ട്. ഞാൻ ഇതിനകത്ത് കയറി പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ആദ്യം അപ്പുറത്ത് ഓൺ ചെയ്യുക. ആദ്യം ചാവി ഇല്ലാതിരിക്കട്ടെ, ഞാൻ അകത്ത് കയറി പൂട്ടിയാൽ പിന്നെ അത് തുറക്കാൻ പറ്റില്ല. ഇതാ പിശാച് ചില ഉള്ളിൽ കയറി വാതിൽ അടച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും, പിന്നെ അവൻ ഇറങ്ങില്ല.
പിന്നെ ഏത് മന്ത്രക്കാരനെ, ഏത് തന്ത്രക്കാരനെ, ഏതൊക്കെ കൊടിയേറ്റ പ്രാർത്ഥനക്കാരൻ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിശാച് ഇറങ്ങില്ല. കാരണം അവൻ കെട്ടിയതാണ്. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. അവൻ പൂക്കളെ പോലെ ചിതറിച്ചു കളയും. കുടുംബത്തെ ചിതറിച്ചു കളയും. തലമുറയെ ചിതറിച്ചു കളയും. കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കാൻ കഴിവുണ്ട്. അവന് ഇടം കൊടുക്കരുത്. ആരാധനയിലാണോ, പ്രാർത്ഥനയിലാണോ, വചനധ്യാനത്തിലാണോ, ഒരുപിടിക്കുന്ന പ്രാർത്ഥന, ഏതൊക്കെ കാര്യമാണ് ദൈവത്തിൽ ഏറ്റിരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം നടപടിയായി ചെയ്യണം. ചെയ്യാൻ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ക്ഷമാപണം നടത്തി മടങ്ങി വരണം. അപ്പൊ ഞാൻ ഏറ്റ കാര്യങ്ങളെല്ലാം എനിക്ക് മുടക്കമുണ്ട്. നിന്റെ നന്മ എവിടെയാണോ തടഞ്ഞിരിക്കുന്നത് നീ തന്നെ കണ്ടുപിടിക്കണം. നീ തന്നെ നിന്റെ നന്മ എവിടെയാണോ വാതിൽ അടഞ്ഞിരിക്കുന്നത്, എവിടെയാണോ നന്മ തടഞ്ഞു വെച്ചിരിക്കുന്നത് നീ കണ്ടുപിടിക്കുക. ദൈവത്തിന് ഏറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ? ഒരു മണിക്കുള്ള പ്രാർത്ഥന ചെയ്യുന്നുണ്ടോ? പ്രഭാത പ്രാർത്ഥന എന്നിലുണ്ടോ? സന്ധ്യാപ്രാർത്ഥന എന്നിലുണ്ടോ? രാത്രിയാമങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടോ? വചനം ഞാൻ ധ്യാനിക്കാറുണ്ടോ? വേദപുസ്തകം ഞാൻ വായിക്കാറുണ്ടോ? കൂട്ടായ്മ മുടക്കമുണ്ടോ? ദശാംശം കുറവുണ്ടോ? സ്വാതന്ത്ര്യ കൊടുക്കുന്നുണ്ടോ? പിടിയേരി വയ്ക്കുന്നുണ്ടോ? എന്നിലെന്താണ് ബലഹീനത കണ്ടുപിടിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിന്റെ വഴികളിൽ കർത്താവ് വിശാലമായി തുറന്നു തരും. ഇതെല്ലാം മനഃപൂർവ്വമായി അടച്ചു വച്ചിട്ട് വഴി തുറക്കണം, വഴി തുറക്കും. ഇതിന്റെ പാട്ട് പാടും, വഴിയൊരുക്കും അവനാഴികളിൽ. നിനക്ക് വേണ്ടിയല്ല, കർത്താവ് പെർഫെക്റ്റ് ആയിട്ട് നിന്നെ ഈ നല്ല നന്മ ചെയ്യുന്നവൻ ആരും ഒരുത്തൻ പോലും ഇല്ല. നീതിമാൻ ആരും ഇല്ല, ഒരുത്തൻ പോലും ഇല്ല. എല്ലാവരും കൊള്ളരുതാത്തവർ, എല്ലാവരും പാപം ചെയ്തവർ, എല്ലാവരും കറവരുടെ തുണി പോലെയാണ്. പക്ഷെ കർത്താവ് നമുക്ക് പെർഫെക്റ്റായിട്ട് പറയാൻ ഒരു കാര്യങ്ങളുണ്ടായിരിക്കട്ടെ. അപ്പോൾ ദൈവത്തിന്റെ ഏറ്റിട്ടുള്ള കാര്യം ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഒരു മണിക്കൂർ പ്രാർത്ഥന, സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു മണിക്കൂർ പ്രാർത്ഥന, അത് ഞാൻ ഏത് ദിവസം ഞാൻ കൃത്യമായി ചെയ്യും. ഒരു ദിവസം ഞാൻ മുടങ്ങിപ്പോയാൽ പിറ്റേ ദിവസം അല്ലേ കർത്താവെ ഞാൻ എന്തെങ്കിലും അധികമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇരട്ടിയായിട്ട് 4 ഇരട്ടിയായിട്ട് ദൈവസ്ഥ ഞാൻ ഹിതമല്ലാതെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി. അപ്പൊ ഞാൻ ഒരു ദിവസത്തെ 1 മണിക്കൂർ പ്രാർത്ഥന ഞാൻ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് അതും കൂടെ ചേർത്ത് 2 മണിക്കൂറായി ഞാൻ പ്രാർത്ഥിച്ചോളാം. കേട്ടോ, അതാ മടങ്ങി വരും അല്ലേ. ഒരു കൂട്ടായ്മ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് കർത്താവേ ഇന്നത്തെ കൂട്ടായ്മ ഞാനൊരു സഹോദരിയാണ്, ഞാനൊരു ലേഡിയാണ്, എനിക്ക് രാത്രിയിൽ പോകാൻ കഴിഞ്ഞില്ലെന്നത്തെ ആരാധനയും ദൈവം എന്നോട് ക്ഷമിക്കണം, ദൈവം എന്നോട് മാപ്പ്. ആ ദിവസത്തിന് മടങ്ങി വരുമോ ആ വിശാലയായിട്ടുള്ള വഴി ദൈവത്തിലേക്ക് തുറന്നു തന്നെങ്കിൽ നിങ്ങളുടെ ബലഹീനത കണ്ടുപിടിക്കുക. ദൈവത്തിനുള്ള ബലഹീനത കണ്ടുപിടിച്ച് മടങ്ങി വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് അതിശയകരമായി ഉയർത്തുവാൻ ശക്തനാണ്. അപ്പൊ പിശാചിനെ ഇടം കൊടുക്കരുത്. പിശാച് നിസ്സാരമായിട്ടുള്ള കള്ളത്തരമാണ്. എന്താ വരാൻ പറ്റുന്നതിനുള്ള കാരണം ഇതിനെ ഓർമ്മിച്ചെടുക്കുക. കള്ളപ്പറ നിസ്സാര കാരണം ഇല്ലേ. വാസ്തവത്തിൽ അത് കഴിക്കരുതെന്ന് പറഞ്ഞോ, തിന്നരുത്, തുടയരുത്. അവരൊറ്റ കാരണത്താലാണ് പിശാചിന്റെ എൻട്രൻസ് കാര്യം മറന്നു പോകരുത്. ഇനി അടുത്ത വാക്യം നോക്കിയേ. ഉൽപ്പത്തി 2:12 വായിച്ചേ. 2:18. ഉൽപ്പത്തി 2:18. 2:18 കർത്താവ് പറഞ്ഞത് വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അതിനുശേഷം യഹോവയായ ദൈവം അപ്പൊ ഈ ഭാഗം മറച്ചു വെച്ചിട്ടാണ് ചിലരൊക്കെ ആരാധിക്കുന്ന പ്രസംഗിക്കുന്നത്. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ അനന്തരം എന്ന് പറയുമ്പോൾ അതിനുശേഷം ഏതിനു ശേഷം ആദം ഇല്ലാത്ത സമയത്ത് അവ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴാണ് അവിടെ ആരോഗ്യം വന്നത്. ആരാണ് പിശാച് വന്നത്? ഓഫർ കൊണ്ടാണ് വന്നത്. ആ ഓഫറിൽ അവ വീടുപോയി. അവ വീടുപോയപ്പോഴാണ് യഹോവയായ ദൈവം അനന്തരം അതിനുശേഷം യഹോവയായ ദൈവത്തിന് മനുഷ്യനായി. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് തക്കതായ തുണ കൊടുക്കണം. ഇത് മറന്നു വെച്ചിട്ട് ചിലരൊക്കെ പ്രസംഗിക്കുന്നത്, ചില വിവാഹക്കാരെ പ്രസംഗിക്കുന്നത് വിവാഹം കഴിക്കാൻ പാടില്ല, വിവാഹം പാടില്ല, വിവാഹം വിലക്കുന്നവരുണ്ട്. ഒറ്റയ്ക്കിരുന്നാൽ പാപം ചെയ്യാൻ അവസരമുണ്ടാകും. ഒറ്റയ്ക്കിരുന്നാൽ പാപം ചെയ്യാൻ അവസരമുണ്ടാകുന്നത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ദൈവഹിതമല്ല. അനന്തരം അവനത് കണ്ടിട്ട് അനന്തരം മനുഷ്യനേകനായിരിക്കുന്നതല്ല എന്ന് കണ്ടിട്ട്
ഹല്ലേലൂയ. ഇനി റോമർ 5:12 നോക്കി. റോമർ 5:12. റോമർ 5:12. ആ അതോ ആ മനുഷ്യൻ മൂലം മരണമുണ്ടായി. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു ഭവിച്ചു. ദൈവത്തോട് കൂടെ വസിച്ച മനുഷ്യൻ ബേദാറാകുന്ന സമയത്ത് ആദം, ഹവ്വ, ദൈവമായ യഹോവ ഒരുമിച്ച് വസിക്കുന്ന ഒരു സുദിനമുണ്ടായിരുന്നു. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട മനുഷ്യൻ, തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ മരച്ചുവട്ടിൽ ഒളിച്ചിട്ട് ആദമേ നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ മരച്ചുവട്ടിൽ ഒളിച്ചിട്ട് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യൻ എങ്ങനെ ഏകന്റെ ലംഘനത്താൽ പാപലോകത്തിലേക്ക് വന്നു. നിസാര കാരണം മനുഷ്യൻ ഏകരാറിൽ നിന്ന് നന്നല്ലായിട്ട് കണ്ടിട്ട് ദൈവം തക്കതായ ഗുണം കൊടുത്തു. ആ ഏകന്റെ ലംഘനത്താൽ പാപം വന്നെങ്കിൽ ഏകൻ മുഖാന്തരം ആ പാപത്തിനൊരു മോചനം ഉണ്ടായി. ഏകന്റെ ലംഘനത്താൽ പാപം ലോകത്തിലേക്ക് വന്നു. ഏകൻ മുഖാന്തരം പാപത്തിന് വിമോചനം ഉണ്ടായി. എന്താ ദൈവമായ യഹോവ തന്റെ പുത്രനായ യേശു കർത്താവിനെ ലോകത്തിലേക്ക് അയച്ചത് പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ഉലകത്തിൽ മറ്റൊരു വ്യക്തി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേണ്ടി പരമയാഗമാക്കി തീർത്തു. ഇനി മനുഷ്യന്റെ ശരീരത്തിന് വേറൊരു വീണ്ടെടുപ്പില്ല. യേശു കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവരാണെന്നാൽ നമുക്ക് വേണ്ടി നാം മരിക്കേണ്ട സ്ഥാനത്ത്, നാം ശാപഗ്രസ്തരായി തീരേണ്ട സ്ഥാനത്ത് നമ്മുടെ ശാപത്തെ ഏറ്റെടുത്ത്, നമ്മുടെ മരണത്തെ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കുമ്പോൾ നമ്മൾ പുതുമനുഷ്യനായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ മനുഷ്യൻ നമ്മൾ ഊരിഞ്ഞ് പുതുമനുഷ്യനായി യേശുവിനായി നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെടുവാനിടയായി തീരും. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചെങ്കിൽ ആ ലോകത്തിൽ അനുരൂപരായി തീരാതെ കർത്താവിൽ പുതുക്കം പ്രാപിച്ച്, നാടോറും കർത്താവിൽ പുതുക്കം പ്രാപിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിച്ചാൽ നമുക്ക് നിത്യതയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇനി 1 കൊരിന്ത്യർ 15:21-22 വാക്യങ്ങൾ വായിച്ചേ. 1 കൊരിന്ത്യർ 15:21-22. മനുഷ്യൻ മൂലം മരണമുണ്ടായി. മനുഷ്യന്റെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും, രക്ഷിക്കപ്പെടും. കണ്ടോ, ആദമിൽ എല്ലാവരും. അതാണ് സ്നാനം. അതാണ് സ്നാനം, ജലസ്നാനം. ജലസ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, പഴയ മനുഷ്യനെ കുഴിച്ചു കൂടുക, അടക്കം ചെയ്യുക, പുതു മനുഷ്യന്. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ഉയർത്തുന്നു. ഹല്ലേലൂയ. പുതു മനുഷ്യനായി, പുതു ശരീരമായി ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിൽ പങ്കാളിയാകുവാൻ, അവന്റെ മരണത്തോട് ഏകീഭവിക്കുവാൻ ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ച് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതു മനുഷ്യനായി തീരുമ്പോൾ ആ അപ്പന്റെ ഗുണഗണങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. ആരോ പറഞ്ഞിട്ട് സ്നാനപ്പെടരുത്. സ്നാനം ഒരു കളിയല്ല. സ്നാനം പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതുമനുഷ്യനായി തീർന്ന് ക്രിസ്തുവിന്റെ ശരീരത്തോടെ ഏകീഭവിക്കുവാൻ, മൺമയത്വമുള്ള ഈ ശരീരത്തെ വിൺമയത്വമുള്ളതാക്കി മാറ്റി തീർക്കുവാൻ. കേട്ടോ, നാളെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ, നാളെ ഒരു രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ ഈ ഓടി 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 വിദേശത്ത് പോകണമെങ്കിൽ നമ്മളിൽ ഒരു സാധനം ഉണ്ടായിരുന്നു. എങ്ങനെ വിദേശത്ത് പോകാൻ പറ്റുള്ളൂ? അല്ലെങ്കിൽ ഞാനിവിടെ ക്രമീകരണം വരുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഇന്ത്യൻ അംബാസഡർ ആയതുകൊണ്ടാണ് ഇന്ത്യയിൽ എവിടെയും പോകാൻ നമുക്ക് സ്വാതന്ത്ര്യമുള്ളത്. നാളെ നമുക്ക്
ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നൊരു രൂപാന്തരം ഉണ്ടായിട്ട് ഈ മൺമേലുള്ള ശരീരത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഒരു വിൺമേലുള്ള ശരീരം പ്രാപിച്ച് സ്വർഗത്തിലെത്തണമെങ്കിൽ ആദമിന്റെ സന്തതിയായ നീ, പഴയ മനുഷ്യനായ നീ, പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞ് പുതുമനുഷ്യനായി തീർന്ന് ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മറയ്ക്കാൻ മാത്രമേ ക്രിസ്തുവിൽ ഉയർത്താൻ കഴിയുള്ളൂ. അല്ലാതെ ഈ ശവപ്പറമ്പിൽ ശവകുടീരത്തിന് മുമ്പിൽ ഇങ്ങനെ പറയാൻ പറ്റും, ഹേ മനുഷ്യ, ഇത് ഗോതമ്പിന്റെയോ വല്ലൊരു മണി പോലെ ഇതായിട്ട് വിതയ്ക്കപ്പെടുന്നു, നാളെ ഇത് കിളുർക്കും, നാളെ ഇത് വളരും, നാളെ ഇത് നിത്യത. അല്ലല്ല, നിത്യതയില്ല. ചിലർ ലജ്ജയ്ക്കായിട്ടും ചിലർ നിത്യജീവനമായിട്ടും ഉയർത്തും. അതിപ്പോഴും നമ്മൾ തീരുമാനിക്കട്ടെ. ഈ വിത്ത് കുഴിച്ചെടുക്കുന്ന സമയമുണ്ട്. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ. തൊണ്ണൂറാം വായിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ. ഈ മനുഷ്യപുത്രന്മാരെ തിരിച്ചു പിടിക്കും. 2 മാസത്തെ ലീവിന് പട്ടാളക്കാരൻ വീട്ടിൽ വന്നാൽ പക്ഷെ 15 ദിവസം കഴിയുമ്പോൾ അവരെ തിരിച്ചു വിളിച്ചു. എന്താ അവിടെ അത്യാവശ്യം ഉണ്ടായി, അവരെ തിരിച്ചു വിളിച്ചു. അപ്പോൾ പോയവർ, അയ്യോ, എന്റെ ഭാര്യയുടെ പ്രസവത്തിന് വേണ്ടിയാണ് ഞാൻ നാട്ടിൽ വന്നത്, 15 ദിവസം ആയതേ ഉള്ളൂ, ഞാൻ 2 മാസം ലീവ് എടുത്തു. അല്ലല്ലല്ല, ലീവ് ഡ്യൂട്ടി, നിന്റെ വീട്ടിലെ ലീവ് ഡ്യൂട്ടി എപ്പോഴും വിളിക്കുമോ അപ്പോഴത്തെ തിരിച്ചു കയറിക്കൊള്ളാം. അത് ഭാര്യ പ്രസവിച്ചാലും കൊള്ളാം, അമ്മയ്ക്ക് അസുഖം പറഞ്ഞാലും കൊള്ളാം, നിന്നെ തിരിച്ചു വിളിക്കുമ്പോൾ നീ തിരിച്ചു കയറിക്കൊള്ളാം. അതാ നിന്നെ ഉരുവാക്കി ദൈവമായ ആരോഗ്യം തന്ന 20, 30, 50, 100 വയസ്സ് വരെ നിനക്ക് ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടായി. പക്ഷേ ഉടയവനെ എപ്പോഴാണ് തിരിച്ചു വിളിക്കുന്നത്? അയ്യോ, ഞാൻ എന്റെ ജീവിതകാലം ക്രമപ്പെടുത്തിയിട്ടില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, ഞാൻ ദൈവശബ്ദം കേട്ടിട്ടില്ല, എന്റെ കുടുംബങ്ങളുടെ മുമ്പിൽ നീ സുവിശേഷം അറിയിക്കാൻ എനിക്ക് അവസരമുണ്ട്, ഉണ്ടാക്കി തന്നെ അതിനൊന്നും ഓപ്ഷൻ ഇല്ല. നിന്നെ തിരികെ പിടിക്കുമ്പോൾ നീ അപ്പോൾ തന്നെ ഗെറ്റ് റെഡി, പെട്ടെന്ന് നീ പെട്ടെന്ന് അപ്പോൾ നീ പോകണമെങ്കിൽ പഴയ മനുഷ്യരായ ആദമിന്റെ സന്തതിയായ നീ ആദമിൽ നിന്ന് വേർപെട്ട് ക്രിസ്തുവിന്റെ മണവാട്ടിയായി, ക്രിസ്തുവിന്റെ മകനായി നീ ഒരുക്കപ്പെടാൻ തയ്യാറാകണം. ആ ക്രിസ്തുവിന്റെ മകനായി ജനിക്കുമ്പോഴാണ് വില കൊടുക്കാത്ത സൗജന്യമായിട്ടുള്ള രക്ഷ അവൻ നിനക്ക് നൽകുന്നത്, സൗജന്യമായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ അവൻ നിനക്ക് നൽകുന്നത്. ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ദൗത്യം ഏൽപ്പിച്ചു. ആ ദൗത്യം പൂർത്തീകരണ സമയത്ത് 22 പറയുന്നുണ്ട്, ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഈ ദൗത്യത്തെ ഏൽപ്പിച്ചു വരിക, ഞാൻ പോകുന്നു, ഞാൻ പോയാൽ ഈ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം. നമ്മൾ ഇവിടുന്ന് പോകാൻ സമയമായി. ഈ ദൗത്യം ആരെയാണ് നിങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നത്? മക്കളെ, എന്റെ കാലശേഷം ഈ കാര്യാദികൾ നിങ്ങൾ ഭംഗിയായി ചെയ്യണമെന്ന് നമുക്ക് ക്രിസ്തുവിന് ദൂതന്മാരെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ ഏൽപ്പിക്കാനുണ്ടായിരുന്നൊരു സന്ദേശം. നമുക്ക് ആരെയാണ് ഏൽപ്പിക്കാനുള്ളത്? ഏത് തലമുറയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ട് പോകുന്നത്? സഹോദര സഹോദരി, നമ്മൾ നാളെ മരണപ്പെടാം. നമ്മൾ നാളെ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ബാക്കി ഭാഗങ്ങൾ കർത്താവിനെ വിളിച്ചിരിക്കാൻ ആരുണ്ട്? അങ്ങനെ ഒരു വ്യക്തിയെ ഉരുവാക്കിയെടുത്തില്ല എങ്കിൽ ദൈവമായ കർത്താവിന്റെ പുത്രനെ ഉരുവാക്കി ലോകത്തിലേക്ക് അയച്ച് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാനായി ലോകത്തിലേക്ക് വന്നു. തന്റെ ദൗത്യം പൂർത്തിയുടെ ശേഷം ശിഷ്യന്മാരെ വിളിച്ച ദൗത്യം ഏൽപ്പിക്കുമ്പോൾ നിത്യതയിൽ എടുക്കപ്പെടുവാനിടയായി ചെയ്യുന്നു. ഇതുപോലെ നമ്മൾ ഇവിടുന്ന് മരണപ്പെട്ടു പോകുന്ന മുമ്പ് ചിലരെ ഉരുവാക്കി നമ്മൾ എടുക്കണം. നമുക്ക് ശേഷം ആ കാര്യാദികൾ ഭംഗിയായി ചെയ്യുവാൻ മരണലോകത്തിലേക്ക് വന്നു. ഏക മുഖാന്തരം ആമേൻ അതിനൊരു പോംവഴിയും നമ്മുടെ കർത്താവ് യേശു കണ്ടെത്തി. റോമലേഖനം 5-ാം അധ്യായം അതിന്റെ 19 നോക്കി. റോമർ 5:19. അത് യവനെന്നോ യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കും ഏകമുഖാന്തരം ആ മരണം കടന്നിരിക്കുകയാണ്. ഇനി മരണത്തിനൊരു പോകടില്ല. മരണമെന്ന വാതിലൂടെ നമ്മൾ കടന്നുപോയേ മതിയാകൂ. ജനനം എന്ന 3 അക്ഷരം, മരണം എന്ന 3 അക്ഷരം. ഇതിനിടയ്ക്കാണ് നിത്യത.
അതിനിടയ്ക്കാണ് ജീവിതം. 3 അക്ഷരം. ജനനം 3 അക്ഷരം 0, ജീവിതം 3 അക്ഷരം 0, മരണം 3 അക്ഷരം 0. പക്ഷെ നിത്യത 3 അക്ഷരം 0 ഇല്ല. ജനനമൊന്നുമില്ലോ, നമുക്ക് വലിയ ആഡംബര പറയാനൊന്നുമില്ല, 0 ഒന്നുമില്ല. ജനനം ഉണ്ടോ? ജനനേന്ദ്രിയം ഇല്ലാതെ ജനിക്കുന്നവരുണ്ട്, കിഡ്നി ഇല്ലാതെ ജനിക്കുന്നവരുണ്ട്, കരളില്ലാതെ ജനിക്കുന്നവരുണ്ട്, കണ്ണില്ലാതെ ജനിക്കുന്നവരുണ്ട്, കിഡ്നിക്ക് കരളിന്റെ ഹോള് വിടുന്ന് ജനിക്കുന്നവരുണ്ട്. ജനനം 0 ഒന്നുമല്ല. ജനിച്ച വ്യക്തി ജീവിക്കുന്ന ജീവിതം 0 ഒന്നുമില്ല. എന്താ ജീവിതം? എന്താ ജീവിതം? ജീവിതം ഒന്നുമില്ല. ജീവിതം ആർഭാടം. ഈ 6000 രൂപയ്ക്കുള്ള വസ്ത്രം ഇടുന്നതും 60 രൂപയ്ക്കുള്ള വസ്ത്രം ഇടുന്നതും 6 അടി മണ്ണിന് അവകാശിയാണ് മറന്നു പോകുന്നത്. BMW കാറിൽ പോയാലും സൈക്കിളിൽ പോയാലും മരണം ഉറപ്പാണ്. ജീവിതം കൊണ്ട് ഒന്നും അഹങ്കരിക്കാനില്ല. ജനനം കൊണ്ടോ ജീവിതം കൊണ്ട് അഹങ്കരിക്കാനൊന്നുമില്ല. ഹേ മനുഷ്യ, നിന്റെ മരണ ജീവിതമാണെങ്കിൽ നിന്റെ സമ്പത്തിൽ, നിന്റെ പ്രൗഢിയിൽ, നിന്റെ വിദ്യാഭ്യാസത്തിൽ, നിന്റെ ധനത്തിൽ, നിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? ഒന്നുമില്ല. മരണം 3 അക്ഷരം 0. മരണമതവാദിലൂടെ പോയവർ ചിലർ പറയാറുണ്ട് അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കുക, മരിക്കുമെന്ന് മരിക്കട്ടെ. അല്ല, മരണം ഒരു അവസാനമല്ല, മരണം ഒരു എൻട്രിയാണ്, മരണം ഒരു പ്രവേശനമാണ്. എവിടെയാ? ഞാൻ പോയി സ്ഥലം ഒരുക്കുക, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ അല്ല, പാപം ചെയ്ത ദൂതന്മാർക്ക് വെടിയിരിക്കുന്ന ഒരു പാതാളവിസയുണ്ട്. അവിടേക്കാണ് യാത്ര. അത് നീ തീരുമാനിച്ചിട്ടേ പോകാവൂ. പിന്നെ ഒരു 30 പാട്ടും പാടി കുത്തുകുടേ ചൂടി ഒരു വലിയ അപ്പം തയ്യാറി വെട്ടി അടക്കം ചെയ്താൽ നിത്യം കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് ഇപ്പോഴാ അവസരം. ഇപ്പോഴാണ് എന്റെ സോദരാ മൃത്യു വരുന്നതോർത്താകി എന്തു കഷ്ടം. ഏത് നിമിഷവും ഏകന്റെ ലംഘനത്താൽ പാപലോകത്തിലേക്ക് വന്നു. ഏത് മുഖാന്തരം മരണം സകല മനുഷ്യരിലും പ്രവേശിച്ചിരിക്കുകയാണ്. മരണം ഉറപ്പാ. പക്ഷെ പൂജ്യമില്ലാത്ത ഒന്നാണ് നിത്യത. അത് 3 അക്ഷരമുള്ളൂ, നിത്യത. അതാണ് ക്രിസ്ത്യാനികൾക്കുള്ള പ്രത്യാശ. ക്രിസ്തുവിന്റെ അനുയായികൾക്കുള്ള, ക്രിസ്തുവിൽ ജനിച്ച, ആദമിൽ മരിച്ച് ക്രിസ്തുവിൽ ജനിച്ച ക്രിസ്തു ഭക്തർക്കുള്ള വിശ്വാസം ഇതാണ്. ജനനം കൊണ്ടോ ജീവിതം കൊണ്ടോ മരണം കൊണ്ടോ ആനന്ദിപ്പാനൊന്നുമില്ല. അവസാനമുള്ള നിത്യത, അതാണുള്ള പ്രത്യാശ. ഞങ്ങൾക്ക് അവിടെ കാണാം. ഇവിടെ നിന്ന് ടാറ്റ പറഞ്ഞ് ബൈ ബൈ പറഞ്ഞ്, ബൈ ബൈ അല്ല, ടാറ്റ പറഞ്ഞ് നേരെ ദുബായിലേക്ക് വിട്ടേച്ച് നമുക്കറിയാം 1 വർഷം കഴിയുമ്പോൾ മടങ്ങി വരും. ഇപ്പൊ പിന്നെ പോയാൽ അവിടെ എത്തിയുള്ള വീഡിയോ കാണാം. അവിടെ എത്തി വീഡിയോ പണ്ടവരെ ഒരു 15 ദിവസം നോക്കിയിരിക്കണം ഒരു ലെറ്റർ അങ്ങോട്ട് എത്താൻ. പിന്നെ 15 ദിവസം ഇങ്ങോട്ട് എടുക്കും ഒരു ലെറ്റർ ഇങ്ങോട്ട് എത്താം. അപ്പൊ 1 മാസം. ഇവിടുത്തെ ഒരാള് പോയി കഴിഞ്ഞാൽ കടലിനക്കരെ പോയോ എത്തിയോ ജീവിച്ചിരിക്കുന്നു മരണപ്പെട്ടോ എന്നറിയണമെങ്കിൽ 1 മാസം. ഇന്ന് വിത്തിൻ സെക്കൻഡിനുള്ളിൽ നമുക്ക് കാണാനും സംസാരിക്കാനൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നിത്യത നമ്മൾ എവിടെയാണ് ചെലവഴിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നിത്യത നമ്മൾ എവിടെയാണ് ചെലവഴിക്കേണ്ടത് എന്ന് മറന്നു പോകാം. മരണശേഷമല്ല നമ്മൾ നിശ്ചയിക്കേണ്ടത്, ഇപ്പോഴാണ് നിശ്ചയിക്കേണ്ടത്. ഏകന്റെ ലംഘനത്താൽ മരണലോകത്തിലേക്ക് വന്നു. ഏക മുഖാന്തരം അതിനൊരു പോംവഴിയും ഉണ്ടാക്കി. ഇനി റോമർ 3:10 തുടങ്ങിയ 3:10. റോമർ 3:10. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ തീർന്നു. ഒരു മനുഷ്യനില്ല നീതിമാൻ എന്ന് പറയാൻ ആരുമില്ല. അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞത്, കർത്താവേ, ആ സൊദോമ പട്ടണം നീ നശിപ്പിക്കരുത്. 1 ലക്ഷത്തിൽ ചില്ലുവാനും ജനമുള്ള ആ സൊദോമ നശിപ്പിക്കരുത്. ഇടങ്കൈ വലങ്കൈ തിരിച്ചറിയാതെ ഒരുപാട് ജനം അവിടെയുണ്ട്. എന്താ അബ്രഹാമേ, നീ വിശ്വാസികളുടെ പിതാവല്ലേ? വിളിച്ചനാൾ മുഴുവൻ നീ കാണിപ്പാനിരിക്കുന്ന ദേശത്തിൽ ഓടിപ്പോയപ്പോൾ നിന്റെ പിതൃഭവനത്തിൽ ചാർച്ചക്കാരെ പറഞ്ഞ വാക്കിൽ കേട്ടു വന്നതല്ലേ, ഞാനത് ചെയ്തേക്കാം എന്നല്ല മറുപടി. എന്താ മറുപടി കൊടുത്തേ? ആ സൊദോമ പട്ടണം ഞാൻ നശിപ്പിക്കില്ല, പക്ഷേ അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണം നശിപ്പിക്കുകയില്ല. അപ്പൊ
50 നീതിമാന്മാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 40 പേരുണ്ടെങ്കിൽ നിനക്ക് ആ പട്ടണം നശിക്കരുത്. ചിന്തിക്കരുത്, ശ്രദ്ധിക്കരുത്. 40 പേർ ഇന്നത്തെ മക്കളെയും കോട്ടമളയും തലമുറയിൽ ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിൽ 2 പേരുണ്ടെങ്കിൽ, 2 കുടുംബത്തിലാണെങ്കിൽ, 2 ആശയത്തിലാണെങ്കിൽ, 2 അഭിപ്രായത്തിലാണെങ്കിൽ, 2 വശത്തിലാണെങ്കിൽ എത്ര പേർക്ക് നിശ്ചിത കരുത്ത പകരം കഴിയും? അബ്രഹാം പറയുന്നുണ്ട്, പട്ടണം നശിപ്പിക്കരുത്. അവിടെ 40 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണം നശിപ്പിക്കുമ്പോ ചൂണ്ടുവര പ്രദേശത്തിൽ അനർത്ഥം ഉണ്ടാകരുത്. ചൂണ്ടുവര പ്രദേശത്തിൽ 10 പേരുണ്ടെങ്കിൽ നിനക്ക് ആ പട്ടണം നശിപ്പിക്കാൻ കഴിയുമോ? 10 പേർ ഇന്ന് നിനക്ക് പറയാൻ കഴിയുമോ? അപ്പാ, എന്റെ കുടുംബത്തിൽ ഒരു വ്യക്തി അതാരാ? ഒരു വ്യക്തി എന്റെ അപ്പൻ പറയാൻ പറ്റുമോ? അതാരാ? ഒരു വ്യക്തി എന്റെ അമ്മാവൻ പറയാൻ പറ്റുമോ? അല്ല, കുടുംബത്തിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിനക്ക് ആ പട്ടണം നശിപ്പിക്കാൻ കഴിയുമോ? അതാരാ? അത് ഞാൻ. സ്വയം ഏറ്റെടുക്കുക. നീതിമാന്മാരാരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റിക്കൊണ്ടിരുന്നവരായി തീർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നീതിമാനായ ഒരുത്തൻ എവിടെ ഉണ്ടെങ്കിൽ നിനക്ക് ആ പട്ടണത്തെ നശിപ്പിക്കാൻ കഴിയുമോ? ഇടകൈ വലകൈ തിരിച്ചറിയാത്ത ഇനിയും ഒരുപാട് വ്യക്തികൾ എവിടെയുണ്ട്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ഇനിയും ഒരുപാട് വ്യക്തികൾ എവിടെയുണ്ട്. കഞ്ചാവിന്, മദ്യത്തിന്, മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരുപാട് തലമുറകൾ അവിടെയുണ്ട്. നിനക്ക് ആ പട്ടണത്തെ നശിപ്പിക്കാൻ കഴിയുമോ? നീതിമാന്മാരായി 10 പേരെ അവിടെ എടുക്കാനില്ല. ഒരു വ്യക്തി, അതാണ് ഒരു വ്യക്തി. ദൈവത്തിന്റെ കണ്ടിരിക്കുന്നത് കരയുവാൻ വേണ്ടി, ഉപവസിക്കാൻ വേണ്ടി, നിലവിളിക്കാൻ വേണ്ടി, മുഴങ്ങാൻ നടക്കാൻ വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, കരുതുവാൻ വേണ്ടി നിന്നെ യാതൊരിക്കുന്നതിനൊപ്പം വിളിച്ചു പറയുന്നുണ്ട്. ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ ആ പട്ടണം നശിപ്പിക്കുകയില്ല. എല്ലാ കണ്ണുകളും പഠിക്കാം. നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും പഠിച്ചാൽ ഏകന്റെ ലേഖനത്താൽ പാപലോകത്തിലേക്ക് വന്നെങ്കിൽ ഒരു മഹാപ്രഭു പറയുന്നുണ്ട്, ഞാൻ വർഷത്തിലൊരിക്കൽ എന്റെ പ്രജകളെ കാണാൻ ഒരവസരം. കണ്ടതില്ലാത്ത, കട്ടതയില്ലാത്ത, വേദനയില്ലാത്ത, നിരാശയില്ലാത്ത അവർ നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഈ പകൽക്കാലം കർത്താവിനെ ആരാധിപ്പാൻ ലഭിച്ചതിന് പകൽ ഭാഗ്യം അത് കരുതുന്നവർ എല്ലാ വായിലും തുറന്ന ഈ പകൽക്കാലം ഒരുമിച്ച് കർത്താവിനെ കൊണ്ടാണ്. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം എല്ലാ വായിലും തുറന്ന്, എല്ലാ വായിലും തുറന്ന്, എല്ലാ വായിലും തുറന്ന്, എല്ലാ വായിലും തുറന്ന് കാഹളധ്വനിക്കും. മരിച്ചവരക്ഷരാ ഉയർത്ത് ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെട്ട പാടമേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടേണ്ടതില്ല. ഇന്ന് പകൽക്കാലം എല്ലാ വായികളും തുറന്നേ Be
കൈ വിടണ്ട, കണ്ടുകൾ കൈ വിടണ്ട, ചാർജക്ക കൈ വിടണ്ട, സ്നേഹിതരെ കൊടുക്കണ്ട. യാഗപീഠത്തിന് കൊമ്പിലാണോ നിന്റെ പിടി, അവൻ്റെ ഒരു നാളെ കൈവിടുന്ന യോഗം. കുടുംബക്കാർ മുഴുവൻ നഷ്ടപ്പെട്ടു പോയെന്നാലും, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയെന്നാലും, സഹോദരങ്ങൾ വലിച്ചെറിഞ്ഞാലും, ബന്ധുക്കൾ വലിച്ചെറിഞ്ഞാലും, നിലത്തല്ലാത്തപ്പോഴുള്ള ഭൂമിയുമായി കിടന്ന കുടുംബക്കാരെ മുഴുവൻ പിടിച്ചു കളഞ്ഞപ്പോഴും നിന്റെ തല്ലാത്ത, നിന്റെ ഉപേക്ഷിക്കാത്ത അപ്പനുണ്ട്. അവന്റെ കരം പിടിച്ചുയർത്തുന്നവനാണ്. പാവലോകത്തിലേക്ക് വന്നു. ഏകപാപത്തിന് പ്രായശ്ചിത്തം വരുത്തി. ക്രിസ്തുവിൽ ജനിച്ച, ക്രിസ്തുവിൽ ജീവിച്ച, ക്രിസ്തുവിൽ മരിച്ച, ക്രിസ്തുവിൽ ഉയർന്നു. ചിലർ രക്ഷയ്ക്കായി, ചിലർ ജീവനായി വെടിർക്കുമ്പോൾ ആ നിത്യജീവന്റെ പങ്കാളിയായി നല്ലവരിൽ വിശ്വസ്തമായ ദാസനെ, ദാസിയെ എന്ന വിളിയോഹനുണ്ടാകുവാൻ ലഭിച്ച സ്ഥാനത്തുകളെ വ്യാപാരം ചെയ്ത് അത് കുഴിച്ചുള്ള അനുഭവമല്ല. അഞ്ചു കിട്ടിയവൻ അഞ്ചുള്ളത് കഴിയുമ്പോൾ കഥായുടെ അധികം അച്ഛന്മാർ ദൈവത്തിന്റെ കുറിച്ച് ഉപദേശിക്കുകയാണ്. ആരാധനയിൽ കുറവൊന്നു പോയി, ആരാധനയിൽ പാളിച്ചൊന്നു പോയി, പ്രാർത്ഥനയിൽ കുറവൊന്നു പോയി. ഇന്ന് മുകൾ കഥാപാതയുടെ വീഴുകയാണ്. അവിടെ ഭാഗവാദികൾ അവരിന്ന് മുകൾ കഥകൾ കടന്നു വരികയാണ്. ഞങ്ങളെ ഒന്നുകൂടെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ഒന്നുകൂടെ കഴുകി വെളിപ്പാകണമേ. ഇന്ന് കൂടെ ഞങ്ങളെ അവിടുത്തെ ഭാഗാധികൾ ഞങ്ങൾ കടന്നു വരികയാണ്. അവിടുത്തെ ശരീരം കടന്നു വന്നിരുന്നാലേയും ഒന്ന് വെറുതെ വിട്ടിട്ടില്ല. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പൊൻവേലയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ആദ്യമുള്ള അവസാനം വരെ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോഴത്തേക്കല്ല തിരുസാന്നിധ്യം അനുഭവിച്ച് മടങ്ങുവാൻ ഞങ്ങളുടെ മതിലേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ, വാഹനയാത്രയിൽ, ജീവിതബന്ധാവിൽ, ഞങ്ങൾ പോക്കിൽ വരവിലൊക്കെ കർത്താവിന്റെ പ്രത്യേക കൃപ കൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ ബലഹീനത ഉണ്ടായിപ്പോയി. ആരാധനയിൽ കുറവുണ്ട്, പ്രാർത്ഥനയിൽ കുറവുണ്ട്, വചനധ്യാനത്തിൽ കുറവുണ്ട്, ഉപവാസത്തിൽ കുറവുണ്ട്. ഒന്നുകൂടെ പുതുക്കം പ്രാപിച്ച കർത്താവിന്റെ പാദാന്തികയുടെ പാടവീട് കലഞ്ഞതിന് വിളിയോടെ മാറന്നടിച്ച് മടങ്ങി വരുവാൻ ദൈവം ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഏറെ താമസമില്ല, പ്രാണനാഥൻ മടങ്ങി വരും. ഞങ്ങൾ കൈവിടപ്പെടരുതപ്പാ. അഞ്ചു കന്യകമാർദിനെ വിളിച്ച് കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന് അവരെ ഉപേക്ഷിച്ചവർ ഞങ്ങളെ ഉപേക്ഷിക്കാതെ വന്നോ. വിളക്കിൽ എണ്ണയാകുന്ന പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്താതെ കർത്താവിന് വേണ്ടി അധികം ഫലം കായ്പാൻ ദൈവം ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് കേൾക്കപ്പെട്ടവരെ ഞങ്ങൾ അവയെ കൃത്യസ്ഥമാക്കുവാൻ അത് ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിന് കാണാൻ ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്നവരെ സന്തോഷത്തോടെ ഞങ്ങൾ മടങ്ങിയിരിക്കണം. നിരാശയിലോ ഭാരത്താലോ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പരിപൂർണ്ണ സൗഖ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ കർത്താവ് ഞങ്ങളെ പറഞ്ഞേക്കുന്നത് ഇഷ്ടമാണ്. ഇനി ഞങ്ങളെ കാണുമ്പോഴേക്കും തന്നിച്ചെടുക്കുകയും ഞങ്ങൾ പറഞ്ഞേ കേരളാഗ്രഹത്തിലൊക്കെ കർത്താവിന്റെ കൃപയുണ്ടായിരിക്കണം. ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ വേണ്ടി കൂടിയിരിക്കുന്നതിനാണ് ഇഷ്ടം. എല്ലാ മഹത്വം വയ്ക്കണം. പ്രാർത്ഥനകളുടെ ഇഷ്ടം യേശുവിന്റെ നാമത്തിൽ തന്നെ.